ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോരുത്തർക്കും അവനവന്റെ മതം മഹത്തരമാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ മതം പ്രിയപ്പെട്ടതാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതവിശ്വാസവും അതുപോലെ തന്നെയാണ്. ഹിന്ദുക്കൾക്കും അതുപോലെ. ഇനിയും വ്യത്യസ്തമായ മതങ്ങളുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ തന്നെയാണ് അവനവന്റെ വിശ്വാസം. ഇനി ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി മതമില്ലാത്തവരെയും മാനിക്കണം. അപ്പോ ഞാനൊരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, മറ്റുള്ളവരും അതുപോലെയാകണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. മറ്റുള്ളവർ എന്റെ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊല്ലണം എന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല. ഇത്രേ ഉള്ളൂ. ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തില് ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ മതമില്ലാത്തവർക്ക്, മതരഹിതർക്ക് അവരുടെ വിശ്വാസം, അവരുടെ ബോധ്യങ്ങൾ അത് പിൻപറ്റാനും പ്രചരിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള യാഥാർത്ഥ്യമുണ്ട്. ഒരാളും യുക്തിവാദം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ യുക്തിവാദത്തെ പരിഹസിച്ചു, യുക്തിവാദത്തെ നിന്ദിച്ചു, യുക്തിവാദത്തെ ഇവരെ അപഹസിച്ച് കാണിച്ചു, ചവിട്ടി തേച്ചു എന്ന് പറഞ്ഞ് ഒരാളും ഒരാളെയും കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. അപ്പോ യുക്തിവാദികൾ ഒരാളോടും ഞങ്ങളെ പോലെ തന്നെ ചിന്തിക്കണം, ഞങ്ങളെ പോലെ തന്നെ പ്രവർത്തിക്കണം എന്ന് ശാഠ്യം പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കണമല്ലോ മറ്റുള്ളവരും. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കളിയാക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും അപഹസിക്കപ്പെടുന്നതും യുക്തിവാദത്തെ കുറിച്ചിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ യുക്തിവാദികൾ വകവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ യുക്തിവാദികൾ മതവിശ്വാസികളോടൊപ്പമാണ് ജീവിക്കുന്നത്. അവരുടെ മക്കളും മതവിശ്വാസികളാണ്. ഒരു പ്രശ്നവുമില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ ഒരിക്കലും അവിടെ ആശയമോ ആദർശമോ മതമോ വരുന്നില്ല. രണ്ട് വ്യക്തികൾ മാനസികമായിട്ടുള്ള ഐക്യത്തിൽ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഐക്യപ്പെട്ട് സാമൂഹ്യ ബോധത്തോടുകൂടി ജീവിക്കാം ഈ സമൂഹത്തിൽ എന്ന് അവർ തീരുമാനിക്കുവാണ്. അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. അപ്പോ അവിടെ മതം ഒരു ഫാക്ടർ അല്ല. ഇപ്പൊ എന്റെ പാർട്ട്ണർ വിശ്വാസിയാണ്, മതപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, വ്യക്തിപരമായ ചോയ്സ് ആണ്. ചോയ്സ് അങ്ങനെയാണല്ലോ, ഇടാനും ഊരാനും പറ്റണം, സ്വീകരിക്കാനും നിരാകരിക്കാനും പറ്റണം. അത് ഞാൻ അംഗീകരിച്ചാൽ തീർന്നു കാര്യം. അതുപോലെ എന്റെ ബോധ്യത്തിനനുസരിച്ച് എനിക്ക് എന്റെ ആശയം പ്രചരിപ്പിക്കാൻ റൈറ്റ്സ് ഉണ്ട് എന്ന് അദ്ദേഹവും അംഗീകരിച്ചാൽ കഴിഞ്ഞു കാര്യം. അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തില് വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കമ്മിക്ക് കൊങ്ങിയെ ഇഷ്ടമല്ല, കൊങ്ങിക്ക് സംഖ്യയെ ഇഷ്ടമല്ല, സംഖ്യക്ക് കമ്മിയെ ഇഷ്ടമല്ല. അതൊന്നും അത്ര ശരിയായിട്ടുള്ള രീതിയല്ല. ഇപ്പോ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കാപ്പാട്. അയാളൊരു കമ്മിയാണ്. ജമാഅത്തെ ഇസ്ലാമി സദസ്സുകളിലൊക്കെ ഏറ്റവും മുമ്പിൽ പോയി ഇരിക്കാറുണ്ടായിരുന്ന ആളായിരുന്നു. അയാൾ ഒരു കമ്മിയാണ്. അപ്പൊ അയാൾക്ക് എല്ലാവരും കമ്മി തന്നെയാകണം. വാട്സപ്പിലൂടെ ഒരു ദിവസം ഒരു 100 വോയിസ് വിടും. അത് നിങ്ങൾ സംഖ്യയാണ്, ചാണക സംഖ്യയാണ്, നിങ്ങൾ BJP ആണ്, BJPക്ക് ചുക്കാൻ പിടിക്കലാണ്. അല്ല, അയാൾ സംഖ്യയാണല്ലേ, അയാൾ കമ്മിയല്ലേ. അപ്പൊ അയാൾക്ക് കമ്മിയാകാനുള്ള അതേ സ്വാതന്ത്ര്യം എനിക്കാണെങ്കിലും മറ്റൊരാൾക്കാണെങ്കിലും ചാണകമാകാനും സംഖ്യയാകാനും കമ്മിയാകാനും കൊങ്ങിയാകാനും സുഡാപ്പിയാകാനും ഒക്കെ ഉണ്ട്. അത് അംഗീകരിക്കാൻ സാധിക്കുന്നത് വെളിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. ഇവിടെ കാസർഗോഡ് ഒരു മുഹമ്മദ് യൂസഫ്, അയാള് ബൈബിള് കത്തിച്ചു, എണ്ണയൊഴിച്ച് കത്തിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് പുൽക്കൂട് കൊണ്ടുപോയി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ക്രൈസ്തവ മതവികാരത്തിനു മങ്ങലേറ്റിട്ടുണ്ട്, സംശയമില്ല. പക്ഷെ യൂസഫിനെ കൊല്ലാൻ ക്രിസ്ത്യാനികൾ ആഹ്വാനം ചെയ്തിട്ടില്ല, യൂസഫിനെ കൊന്നിട്ടില്ല. ഇവിടെ യൂസഫിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ഒരാളും യൂസഫിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ഉപദ്രവം കാരണം യൂസഫിന് പിന്നീട് പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വന്നിട്ടുമില്ല. അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ മുൻനിർത്തി മാത്രമേ ക്രിസ്ത്യാനികൾ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളൂ. അവര് മുതിർന്ന ഒരു അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു.
അദ്ദേഹം പറഞ്ഞത് അത് കത്തിക്കുന്നതിന് മുമ്പ് യൂസഫേ അതൊന്ന് തുറന്ന് നിനക്ക് വായിക്കാമായിരുന്നില്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ആരെയും കഴുത്തു വെട്ടാൻ യേശു പഠിപ്പിച്ചിട്ടില്ല. ഒരു കുട്ടിയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല, ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അടുത്ത് താമസിക്കുന്നവൻ ക്രിസ്ത്യാനിയാണോ അല്ലേ എന്ന് തുണി പൊക്കി നോക്കി കഴുത്തു വെട്ടാൻ യേശു പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഹമ്മദ് നബിയെ എതിർക്കുന്ന അതേപോലെ തന്നെ നാളെ യേശുവിനെയും എതിർക്കും. ഇപ്പോ നമ്മള് പറയാറുണ്ട് സ്നേഹിക്കണം. ഇന്ന് എവിടെയാ സ്നേഹമുള്ളത്? ആരെ സ്നേഹിച്ചാലും തിരിച്ച് പണി കിട്ടും. ആത്മാർത്ഥതയ്ക്ക് യാതൊരു മൂല്യവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ആരെയാണോ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്, അവര് നാളെ നമുക്കെതിരായി വരുക. ഇന്നത്തെ മിത്രത്തെ സാമ്പത്തികമായോ അതല്ലെങ്കിൽ മാനസികമായി അവർ പ്രയാസപ്പെടുന്ന ഒരു പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുകയോ ചെയ്താൽ ഉറപ്പിക്കണം, നാളെ നമ്മുടെ കഴുത്തെടുക്കുന്ന ലിസ്റ്റിൽ, കഴുത്തെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ലിസ്റ്റിൽ, നമ്മളെ പച്ചയ്ക്ക് വലിച്ചു കീറി ചോര കുടിക്കാൻ വെമ്പുന്ന ലിസ്റ്റിൽ ഇവരും ഉണ്ടാകും ആദ്യം. ഈ കാലം അങ്ങനെയാ, ഈ കാലഘട്ടം അങ്ങനെയാ. ആര് വിശ്വസിക്കണമെന്നറിയില്ല. സമ്പത്തിനു വേണ്ടി മാതാപിതാക്കളെ മക്കളും, മക്കളെ മാതാപിതാക്കളും, ലൈംഗിക സുഖത്തിനു വേണ്ടി മക്കളെ ഒഴിവാക്കുന്ന മാതാപിതാക്കളും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. ഇന്ന് സമൂഹ മാധ്യമത്തിൽ നോക്ക്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്? നെഗറ്റീവ് എഫക്റ്റ് ആരാണോ സ്പ്രെഡ് ചെയ്യുന്നത് അത്തരക്കാർക്കാണ്. ആരെയാണ് 4 വട്ടം താന്തയ്ക്ക് വിളിക്കുന്നത്? ആരെയാണ് ഒരു കാര്യവുമില്ലാതെ മക്കളെ വെച്ച് വ്യഭിചാരിയാണെന്ന് പറയുന്നത്? ആരെയാണ് പച്ച തെറി വിളിക്കുന്നത്? അവർക്കൊക്കെ എമ്പാടും ഫാൻസുകൾ ഉണ്ടാകും, അത് കേൾക്കാൻ സുഖവും ഉണ്ടാകും. അത്തരക്കാരുടെ വീഡിയോകൾ കാണാനും അവരെ ബൂം ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ആളുകൾ മത്സരിക്കുന്നുണ്ടാകും. അതേപോലും ഏതെങ്കിലും രൂപത്തിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വരട്ടെ, ഉണ്ടാകില്ല, അവർക്ക് പിന്തുണയുണ്ടാകില്ല. നമ്മുടെ നാട് അങ്ങനെയാ. ഇപ്പോ ഓരോരുത്തരും അവനവന്റെ മതമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, പൊതുബോധവും യുക്തിബോധവും അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാൾക്ക് ഇവരുടെ ആശയം പിടിക്കുന്നില്ല, ഇവരുടെ രാഷ്ട്രീയം പിടിക്കുന്നില്ല, ഇവരുടെ മതം പിടിക്കുന്നില്ല, ഇവരുടെ യുക്തിബോധം പിടിക്കുന്നില്ല, അറഞ്ചം പുറഞ്ചം തെറി പറയുക. അപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി നമുക്കൊരാളെയും മറുപടി കൊടുക്കാൻ പറ്റില്ല. മാന്യമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറുപടി കൊടുക്കാം. മാന്യമായി മറുപടി അർഹിക്കുന്ന ചോദ്യമാണെങ്കിൽ പറയാം. പിതാവിനെയും മകളെയും ചേർത്ത് വിരോധാഭാസം പറയുക, അനാവശ്യമായ ലൈംഗിക ആരോപണങ്ങൾ നടത്തുക, എവിടുന്ന മറുപടി പറയുക? എവിടുന്ന് ആര് മറുപടി പറയും ഇവർക്കൊക്കെ? അപ്പോ നമ്മൾ വിചാരിക്കും അവരുടെ വീട്ടിലെ ശീലങ്ങൾ അതാണ്, അതല്ലേ അവരെ വിളിച്ചു പോകുന്നത്. നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. അവരെ പോലെ പച്ചത്തെറി പറഞ്ഞു മറുപടി പറയാൻ നമ്മൾ ശീലിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അവരവരുടെ വഴിക്ക് പോകട്ടെ, അവർക്ക് കൂച്ചി വിലങ്ങിടാൻ ആരെങ്കിലും വരും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവർക്കൊരു മറുപടി ലഭിച്ചിരിക്കും. അതാണല്ലോ കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. നമ്മൾ ചെയ്യുന്നു, ആ കർമ്മത്തിന് ഫലം നമുക്ക് ഇപ്പൊ തന്നെ വേണം, നമുക്ക് നിർബന്ധം പിടിക്കണ്ട. നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം, ഹിന്ദുക്കൾ അവരുടെ വിശ്വാസം, മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം, ജൈന, പാർസി, യുക്തി എല്ലാവരും അവനവന്റേതായിട്ടുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ചിലർ നിർബന്ധം പിടിക്കുക നമുക്കും അങ്ങനെ തന്നെ ആകണം, അവരെ പോലെ നമ്മളാകണം എന്ന് അവർ നിർബന്ധം പിടിച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഓരോരുത്തരും സ്വതന്ത്ര വ്യക്തികളാണ് എന്ന് ആദ്യം അംഗീകരിക്കാൻ കഴിയണം. ഇപ്പോ ബൈബിള് കത്തിച്ചു, ക്രിസ്ത്യാനികളുടെ മതവികാരത്തിന് മങ്ങലേറ്റു. ഒരാളൊരു ഖുർആൻ കത്തിക്കുവാണെങ്കിലോ അവന്റെ വീടിന് ഇവർ തീയിടില്ലേ? വിടില്ലേ? എന്തിനാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്? മുഹമ്മദ് എന്ന ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ മാത്രം. ഇപ്പോഴിതാ അക്ഷതം അവര് വിശ്വസിക്കുന്നതാണ്. ഹൈന്ദവ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണത്. അവരാചരിക്കുന്നുണ്ടാകും. ക്ഷതമേൽക്കാത്ത അക്ഷതം, ശരി, എന്തെങ്കിലും അരിമണിയോ എന്തോ ആവട്ടെ, അവരുടെ വിശ്വാസമല്ലേ, അതിനെ മങ്ങലേൽപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുന്നു. ഖുർആൻ കത്തിച്ചാൽ, ഖുർആൻ വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടിയാൽ വിഷമമുണ്ടാകില്ലേ വിശ്വാസികൾക്ക്? കാരണം അവര് വിശ്വസിക്കുന്ന പ്രമാണമാണത്, അവര് വിശുദ്ധമാണ് എന്ന് വിചാരിക്കുന്ന പ്രമാണമാണത്. അതിന് എന്തെങ്കിലും രൂപത്തിൽ ഇങ്ങനെയൊക്കെ പരിഹസിച്ചാൽ, അവഹേളിച്ചാൽ മുസ്ലിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാകും. ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി
ഒരു TV ചാനലിൽ വന്നിരുന്നിട്ട് ബാലമംഗളത്തെ പോലെ അതിനേക്കാൾ തരം താണ പുസ്തകമാണ് ഖുർആൻ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഖുർആനിന്റെ അനുഭാവിയാണ്, ഖുർആൻ എന്റെ വിശുദ്ധ പുസ്തകമാണെന്ന് ഞാൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും എന്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. 2-3 ദിവസം കടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ പെൺകുട്ടിയെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, ഖുർആനിന്റെ ആശയങ്ങളൊന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അയോധ്യയിലെ അക്ഷതത്തെയും ശ്രീരാമനെയും അവഹേളിച്ച് യുവാവ്. തൃശൂർ കുന്നംകുളം കല്ലടിയിലാണ് സംഭവം. അക്ഷതം ചെരുപ്പിൽ വെച്ച് അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ യുവാവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അയോധ്യയിലെ അക്ഷതത്തെയും ശ്രീരാമചന്ദ്രനെയുമാണ് യുവാവ് അവഹേളിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ഇതിൽ എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു? തീർച്ചയായും അയോധ്യയിൽ നിന്ന് ലഭിച്ച അക്ഷരവും അതുപോലെ തന്നെ ശ്രീരാമനെയും അവഹേളിച്ചുകൊണ്ടാണ് ഈ കുന്നംകുളം കല്ലടി സ്വദേശിയായിട്ടുള്ള യുവാവ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഈ ഒരു ചിത്രവും. മാധ്യമങ്ങൾക്ക് പോലും അവരുടെ പേര് പറയാൻ ഭയമാണ്. ആലോചിക്കണം നമ്മുടെ നാടിന്റെ പോക്ക്. അതുപോലെ തന്നെ വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഇത് തന്നെ ഈ ചെരുപ്പിൽ അക്ഷരം വെച്ചുകൊണ്ടും അതുപോലെ ഈ ശ്രീരാമനെ അസഭ്യം പറഞ്ഞുകൊണ്ടും ഈ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ഇടുകയായിരുന്നു. ഇത് കണ്ട ഈ യുവാവിന്റെ സുഹൃത്തുക്കളും അത് മറ്റു നാട്ടുകാരുമാണ് ഇത്തരത്തിൽ ഒരു വിഷയം വലിയൊരു പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത്. ഇതിൽ തന്നെ ഈ സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഈ യുവാവിനെതിരെ പരാതി കൊടുക്കുവാൻ വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ നേരത്തെ കേരളവർമ്മയിൽ പഠിച്ചിരുന്ന ഒരു SFIയുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാൾക്കെതിരെയുള്ള പരാതിയുമായി സംഘപരിവാർ സംഘടനകൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു അവഹേളനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു മതവികാരത്തിന് തന്നെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് യുവാവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന വഴിയാണ് അതിൽ തന്നെ ആ ഒരു ചിത്രത്തിൽ തന്നെ അക്ഷരം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനെ തുറന്നുകൊണ്ട് ശ്രീരാമനെ അസഭ്യം പറയുന്ന ഒരു മനോജ്, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തി മാത്രമല്ല 2-3 പേരുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അധിക്ഷേപം എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോ ഈ ഒരു വ്യക്തി ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണോ ഈ അവഹേളിച്ചതാണ്? ആ അക്ഷരം കയ്യിലെടുത്തുകൊണ്ട് അവഹേളിക്കുന്ന സമയത്ത് കൂടെ ഒരു 2-3 പേരും കൂടെ, അതായത് ഈ യുവാവിന്റെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവാണ് ഇപ്പോൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ പരാതി നൽകുന്നുണ്ട്. പോലീസ് അന്വേഷിച്ച് മറ്റ് ആരൊക്കെയാണ് യുവാവിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അവഹേളനം തന്നെയാണ് നടന്നിരിക്കുന്നത്. കാറിൽ വെച്ചാണ് ഈ അക്ഷരം കയ്യിലെടുത്തുകൊണ്ട് ഈ യുവാവ് ഇത്തരത്തിൽ അത്യാവശ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ചെരുപ്പിൽ വെച്ച് കൊണ്ടുള്ള ഒരു ചിത്രവും ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഈ വരുന്ന 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു അവഹേളനം, അതും കേരളത്തിൽ നിന്ന് തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു അവഹേളനം ഉണ്ടാകുന്നു. ഇത് തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അയോധ്യയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ നിന്നും ഈ CPM-ന്റെയും അതുപോലെ തന്നെ SFIയുടെ നേതാക്കൾ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടെയാണ് ഇത്തരത്തിൽ നേരത്തെ SFI പ്രവർത്തകൻ കൂടിയായിരുന്ന ഈ ശ്രീജിത്ത് ഇത്തരത്തിലൊരു അവഹേളനം കൂടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അയോധ്യയിൽ നിന്നും അവിടെ നിന്നും ശ്രീരാമന്റെ മുന്നിൽ പൂജിച്ചുകൊണ്ടുള്ള അക്ഷരം ഈ ഓരോ ഗ്രാമങ്ങളിലും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് നൽകുന്ന അക്ഷരമാണ്. ആ അക്ഷരം അവർ പവിത്രമായിട്ട് തന്നെ ഇപ്പോ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം അവർക്ക് പവിത്രമാണ്. എങ്ങനെയുണ്ടാവും? എല്ലാ മതത്തിലുമുണ്ട് ഇത്തരം വിഷയങ്ങൾ. അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അംഗീകരിക്കേണ്ട, അത്രേ ഉള്ളൂ. ഇന്നലെ ഏതോ ഒരു ഹമാസുകള് മതം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഫാദറിന് വല്ലാത്ത വിഷമം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഒരു മതവിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന മങ്ങലേൽപ്പിക്കുന്ന രൂപത്തിൽ മോള് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അവരുടെ ആ മതവികാരത്തെ ഞാൻ മാനിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഒരു വിശ്വാസം വിട്ട് മറ്റൊരു വിശ്വാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലാകുന്നത് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിയാണ്. ഇസ്ലാം മത വിശ്വാസം എന്ന് പറഞ്ഞാൽ മന്ദല്ല, അത് ക്യാൻസർ ആണ്. ആ മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കഴുത്തു വെട്ടണമെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണെന്ന് തോന്നിപ്പോയി. അതായത് ഇപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും കഴുത്തു വെട്ടാൻ പഠിപ്പിച്ചിട്ടില്ല, ആരെയും കൊല്ലാനോ കൊള്ളയടിക്കാനോ പഠിപ്പിച്ചിട്ടില്ല, ബലാത്സംഗം ചെയ്യാനോ എണ്ണമറ്റ പെണ്ണുങ്ങളുടെ ജീവിതം കാൽക്കീഴിലിട്ട് ചവിട്ടിയരയ്ക്കാനോ കൈവെള്ളയിലിട്ട് അമ്മാനമാടാനോ പഠിപ്പിച്ചിട്ടില്ല. ശരിയാണ്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരും ചിന്തിക്കണം എന്ന് ശഠിക്കരുത്. മറ്റുള്ളവരുടെ മനോവികാരങ്ങളും മതവികാരങ്ങളും അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. എന്നോട് മുമ്പ് അബ്ദുൽ അലി മാഷ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തികഞ്ഞ ഒരു യുക്തിവാദിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ വിശ്വാസിയാണ്,
മക്കളെ മദ്രസയിലേക്ക് വിടാൻ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വിട്ടോട്ടെ. ഈ മക്കളിൽ എനിക്കുള്ള അതേ രൂപത്തിലുള്ള ഉത്തരവാദിത്വവും ഉടമസ്ഥാവകാശവും എന്റെ ഭാര്യയ്ക്കുമുണ്ട്. എന്റെ ഭാര്യ പറയുന്നു അവരെ മദ്രസയിൽ വിടണം, പഠിപ്പിക്കണം, പഠിച്ചോട്ടെ. അവർക്ക് യുക്തിഭദ്രമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. അവര് മതം പഠിപ്പിച്ചോട്ടെ. ഇത് രണ്ടിൽ നിന്നും അവര് പ്രായപൂർത്തിയാകുമ്പോൾ എന്താണോ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അതവർ ഉൾക്കൊണ്ടോട്ടെ. അത് മറ്റൊരു വിശ്വാസിയെ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അംഗീകരിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന വിഷയമല്ല. ഇപ്പോ എന്റെ വാപ്പച്ചാണെങ്കിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്, ഉമ്മച്ചിക്ക് വിദ്യാഭ്യാസം ഇല്ല. വർഷങ്ങളോളം, അതായത് മരണം വരെ അവർക്ക് ഒത്തുപോകാൻ കഴിഞ്ഞത് ഒരു അല്ലലില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, കോംപ്രമൈസിന് അപ്പോൾ ആൾക്കാർ വരാതെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തുപോകാൻ കഴിഞ്ഞത് രണ്ട് വ്യക്തികളെയും അംഗീകരിക്കാൻ ഒരുപക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചത് കൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ന് വിദ്യാഭ്യാസമുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരെ പറ്റുന്നില്ല. ഡോക്ടർക്ക് ഡോക്ടറെ മാത്രമേ അംഗീകരിക്കാൻ കഴിയുന്നുള്ളൂ, ഫിലിം ഫീൽഡിലുള്ളവർക്ക് അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെയുള്ള ഈ കാലഘട്ടവും ആ കാലഘട്ടവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവര് കൊണ്ട വെയിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണല്. തികച്ചും യാഥാർത്ഥ്യമാണ്. അന്ന് അവര് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തന്നു. എന്റെ വീട്ടിലൊക്കെ സ്വതന്ത്രമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങേയറ്റം മതചിട്ടയും ഉണ്ടായിരുന്നു. എന്നാലും അവർ വളർന്ന് പതിയെ 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 അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ, അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി. എന്റെ മൂത്ത സിസ്റ്റർ ജമാഅത്തെ ഇസ്ലാമിയായി. ശരി, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അംഗീകരിച്ചു കൊടുക്കുവാണ്. മറ്റേ ഇളയ ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുജാഹിദായി. ശരി, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ മതങ്ങളും പരസ്പരം അങ്ങനെ തന്നെയാണ്. മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ നടപ്പുള്ള സംഗതിയല്ല. എല്ലാ മതങ്ങളും അവനവന്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടുന്നത്? അന്യമത വിശ്വാസിയെ കൊല്ലണമെന്നും എതിർക്കണമെന്നും ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടുന്നത്? മതങ്ങൾ എന്ത് പണ്ടാരമോടങ്ങട്ടെ, മനുഷ്യൻ തമ്മിൽ സൗഹാർദ്ദപ്പെടണം, മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കണം, മനുഷ്യൻ തമ്മിൽ സഹകരിക്കണം. പക്ഷെ ഇന്ന് സ്നേഹിക്കാനും സഹകരിക്കാനും സഹായിക്കാനും ഒന്നും പറ്റാത്ത സാഹചര്യമാണെന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, ഒരു താല്പര്യങ്ങളും ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സഹായിച്ചും സ്നേഹിച്ചും സഹകരിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. തിരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ? അതങ്ങ് ദാനം ചെയ്തു എന്ന് വിചാരിക്കുക. തിരിച്ചു ചോദിക്കുമ്പോഴാണല്ലോ ശത്രുതയാകുന്നത്. എന്നോടൊരു പെൺകുട്ടി, മതം വിട്ട പെൺകുട്ടിയാ, മതം വിട്ടു, വീട്ടിൽ ഒരുപാട് എതിർപ്പുകളുണ്ട്, റൂമിന് റെന്റ് കൊടുക്കാനില്ല, കഴിക്കാൻ ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് 2 തവണയായിട്ട് ഒരു 10,500 രൂപ കൊടുത്തു. ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞതാനും മാസങ്ങളുമായി പൈസയുമില്ല, വിളിയുമില്ല, മെസ്സേജുമില്ല, ബ്ലോക്ക് ചെയ്തു പോയി. ഇത്തരം ഫ്രോഡുകളും പറ്റിക്കപ്പെടലുകളും ഇവര് മറ്റാരാലെങ്കിലും പറ്റിക്കപ്പെടും. അപ്പൊ ഇവർക്ക് ബോധ്യപ്പെടും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കേണ്ട. നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോൾ ഒരു ശത്രുവിനെ, ഈ 10,500 രൂപ കൊടുത്ത് നമ്മളൊരു ശത്രുവിനെ വാങ്ങുന്നത് പോലെയാണ്. ഈ കാലഘട്ടം അങ്ങനെയാണ്. അപരനെ മാനിക്കുന്നില്ല. എന്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതാണ്, അവരുടെ പൈസ വാങ്ങി ഞാൻ ഉപയോഗിച്ചതാണ് എന്ന ഒരു ബോധ്യം ഉണ്ടാകണമല്ലോ. അതാ ഞാൻ പറഞ്ഞേ, പരസ്പരം മനസ്സിലാക്കലുകളില്ല. ഒരു ഖുർആൻ കത്തിച്ചാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിനുണ്ടാകുന്ന അതേ മനോവികാരം തന്നെയാണ് ബൈബിള് കത്തിച്ചാലും ഭഗവത്ഗീത കത്തിച്ചാലും അപരവിശ്വാസിക്കുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നന്ദി.